നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ വോട്ടർ പട്ടിക ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലെ 2021 വോട്ടിൻ്റെ വോട്ടർ പട്ടിക നമുക്ക് കാണാനും അതുപോലെ അതിൽ നമ്മുടെ വോട്ട് ഉണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാനും ചെക്ക് ചെയ്യാനും പറ്റും. അതുപോലെ അഥവാ വോട്ടർ പട്ടിക നമ്മുടെ പേരില്ലെങ്കിൽ അതങ്ങനെ ചേർക്കാമെന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കും. ഇടുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വോട്ട് ഇല്ലാത്ത നമ്മുടെ ഫ്രണ്ട്സുകളാണ് തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ അതാ വോട്ടർ പട്ടിക പേരില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉപകാരപ്പെടുമായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഞാൻ ആദ്യം പറയാം. SSLC ബുക്ക് ഉണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ നമ്മൾ മൊബൈൽ നമ്പർ, വീട്ടഡ്രസ്സ്. അതുപോലെ ഈ ഇലക്ഷൻ വോട്ടിലെ ആർക്കെങ്കിലും നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ID കാർഡിൽ വോട്ട് ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ ഒരു ID കാർഡ് കൊണ്ടുവരണം. അതുപോലെ ബൂത്ത് നമ്പർ, നമ്മളൊരു കോപ്പി ഫോട്ടോയും വേണം. അപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31/12/2020 അപ്പോൾ ഇതിൻ്റെ ഇലക്ഷനൊക്കെ വരെ 2021 മെയ് മാസത്തിലാണ് നടക്കുക. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നമുക്ക് ഇത് ഓൺലൈനിൽ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ലിങ്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ലിങ്ക് 1 ലിങ്ക് 2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതുപോലുള്ള വിൻഡോയ്ക്ക് നമുക്ക് അതിന് ശേഷം ഓപ്പണായി വരിക. അപ്പോൾ ജസ്റ്റ് നമ്മൾ മുകളിലുള്ള ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി വെക്കുക. അങ്ങനെ വെക്കുക, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാനുള്ള സൗകര്യം കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഏത് ഡിസ്ട്രിക്റ്റാണ് നമ്മളുടെ ആ ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ലോക്കൽ ബോഡിയാണ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരുപാട് പോളിംഗ് സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് നമ്മൾ ജസ്റ്റ് നോക്കുക. ഒരുപാട് ഇവിടെ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ നമുക്ക് കൂടെ കാണാൻ പറ്റും. നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡ്രാഫ്റ്റ് എന്നൊരു സാധനം നമ്മൾ കൂടെ കാണാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഡ്രാഫ്റ്റ് എന്നാണ് പറ്റും. അപ്പോൾ ഡ്രാഫ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പണായി വരും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തന്നെയാണോ നമ്മളൊക്കെ ചെക്ക് ചെയ്യുക വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസിൽ നമ്മളെ ഏത് പോസ്റ്റ് ഓഫീസിലാണോ അല്ല നമ്മളെ പഞ്ചായത്ത് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് നമ്മളതാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് താഴത്തേക്ക് പോയാൽ നമുക്ക് ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയെടുക്കുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നൊരു ഇത് കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വിൻഡോ ഓപ്പണായി വരും. ഇതിൽ നമ്മൾ സെർച്ച് നമ്മളിത് അതായത് ഞാൻ നേരത്തെ പറയാൻ വിട്ടതാ ഈ 3 ക്ലിക്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ വോട്ടർ സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് സെർച്ച് ഇൻ ഇലക്ഷൻ റോൾ എന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് വെക്കണം. കുറച്ചും കൂടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ 2 ഓപ്ഷൻ നമുക്കുള്ളത്, അതായത് നമ്മളെ സെർച്ച് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക നമ്മൾ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുക. അതുപോലെ നമ്മൾ വോട്ടർ IDയിൽ എപ്പിക് നമ്പർ, അതായത് നമ്മളെ വോട്ടർ ID നമ്പറില്ലേ ജസ്റ്റ് ഒരു AVI എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ജസ്റ്റ് അത് ഇപ്പോൾ പുതിയത് ID കാർഡ് തുടങ്ങുന്നത്. ആ നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഓപ്ഷനാണല്ലോ, അത് സെർച്ച് എപ്പിക്കും നമ്പറും അതുപോലെ സെർച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടിട്ട് കറക്റ്റ് കൊടുത്തില്ല നമ്മൾ തെറ്റായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ എവിടെയാണ് നമ്മളെ പോളിംഗ് സ്റ്റേഷന്, നമ്മളെ അസംബ്ലി, നമ്മളെ ഏത് ജില്ലയാണ്, നമ്മളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇവിടെ വ്യൂ കാണാൻ പറ്റും. വ്യൂവിൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും.
അപ്പം ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വോട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് ഇവിടെ ഞാൻ സീരിയൽ നമ്പറായിട്ട് ഇവിടെ 20 എന്ന് കാണാം. സീരിയൽ നമ്പർ 20 എന്ന് ഇവിടെ കാണാം. അപ്പോൾ ഈ 20 ആയിരിക്കും നമ്മുടെ വോട്ടർ ലിസ്റ്റിലെ നമ്മുടെ സീരിയൽ നമ്പർ. അപ്പം തൊട്ട് മുമ്പ് ഞങ്ങൾ കാണിച്ചു തന്ന PDF 20 എന്നിവിടെ കൊടുത്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. 19, 20 ഓരോ നമ്മളെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതോ ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറിയാൻ പറ്റും നമുക്ക് വോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ് തോന്നുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എനിക്ക് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.